വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ചിക്കൻ ഫ്രൈ ആണ്. അതിനായിട്ട് 1 കിലോ ചിക്കൻ കഷ്ണങ്ങളാക്കി നുറുക്കി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലേക്ക് കുറച്ച് ഇഞ്ചി, കുറച്ച് വെളുത്തുള്ളി, 2 പച്ചമുളക്, കുറച്ച് മല്ലിയില ചേർത്ത് നന്നായി അടിച്ചെടുക്കണം. അടിച്ചെടുത്തത് അരപ്പ് നന്നായി അരഞ്ഞാലും കുഴപ്പമില്ല കേട്ടോ. അരച്ച അരപ്പ് ഒരു പാത്രത്തിലേക്ക് പകർത്തി അതിലേക്ക് 1/2 സ്പൂൺ ഉപ്പ്, 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1.5 ടീസ്പൂണോളം മുളക് പൊടി, പിന്നെ 2 ടീസ്പൂൺ ഗരം മസാലയും ചേർക്കണം. ഗരം മസാല ഞാൻ വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത ഗരം മസാലയാണ്. 2 ടീസ്പൂൺ ഗരം മസാല, പിന്നെ 1 ടീസ്പൂൺ കുരുമുളക്. അതിനുശേഷം ഒരു ചെറുനാരങ്ങയുടെ ഒരു പകുതിയോളം പിഴിഞ്ഞ് അതിൻ്റെ നീര് ആ പൊടികളിലേക്ക് ഒഴിച്ചു കൊടുക്കണം. നന്നായി ചെറുനാരങ്ങ ചേർക്കുന്നത് ഭയങ്കര നല്ലതാണ്. കാരണം ചിക്കൻ നല്ല സോഫ്റ്റ് ആവും, ഹാർഡാവില്ല, പെട്ടെന്ന് വെന്ത് കിട്ടും. അതിനെല്ലാം ചെറുനാരങ്ങ നീര് ഭയങ്കര നല്ലതാണ്. എന്നിട്ട് ആ അരപ്പെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്യണം. കൈകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ചേർത്തതിന് ശേഷം അതിലേക്ക് ചിക്കൻ്റെ പീസ് ഇട്ട് പിന്നെയും അത് നന്നായി മിക്സ് ചെയ്ത് എടുക്കണം. ചിക്കൻ്റെ പീസ് നന്നായി മിക്സ് ചെയ്ത് എടുത്തതിന് ശേഷം അത് ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂറോളം ഒക്കെ ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പോൾ അതും എല്ലാ അരപ്പുകളൊക്കെ നന്നായി പിടിക്കും. ഒരു അരമണിക്കൂറാണ് ഞാൻ വെക്കണുള്ളൂ കേട്ടോ. 1/2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ ഒരു ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഒരു 4 സ്പൂണോളം വെളിച്ചെണ്ണയാണ് ഞാൻ യൂസ് ചെയ്യുന്നത് കേട്ടോ. വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം ഇതിൽ നിന്ന് നമുക്ക് ഓരോ പീസുകളായിട്ട് ഫ്രൈ ചെയ്യാനിടാം. ഞാൻ എല്ലാം കൂടി ഒരുമിച്ച് ഫ്രൈ ചെയ്യണില്ല. കാരണം എനിക്ക് ഇപ്പോൾ ആവശ്യമുള്ളത് മാത്രമേ ഞാൻ ഫ്രൈ ചെയ്യണുള്ളൂ. നമുക്ക് ഇതെല്ലാം മാരിനേറ്റ് ചെയ്ത് നമുക്ക് ഫ്രിഡ്ജിൽ കയറ്റി വെച്ചാൽ ഒരു 2 പ്രാവശ്യം 3 പ്രാവശ്യമായിട്ട് അത് ഫ്രൈ ചെയ്തെടുക്കാം. ആവശ്യത്തിന് അപ്പോൾ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഫ്രൈ ചെയ്യാനായിട്ട് ഇട്ടിട്ടുണ്ട്. ഇനി ഒരു 10 മിനിറ്റോളം ഇത് കിടന്ന് ആയതിനു ശേഷം നമുക്ക് മറിച്ചിടാം. ഒരു മറിച്ചിട്ടിട്ടും നമുക്ക് ഒരു 10 മിനിറ്റോളം ഇടണം. ഇത് ലോ ഫ്ലെയിമിലിടണം. ഒരു മീഡിയം ഫ്ലെയിമിൽ, ലോ അല്ല മീഡിയം ഫ്ലെയിമിലിടണം. ഹൈ ഫ്ലെയിമിലിട്ട് അത് പെട്ടെന്ന് കരിഞ്ഞു പോകും, വേവില്ല, ഉൾഭാഗം വേവില്ല. എന്നിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. ഒരു 20-25 മിനിറ്റ് മാക്സിമം മതിയാവും. പിന്നെ നമുക്കിങ്ങനെ അതിൻ്റെ അരപ്പ് നന്നായിട്ട് ഫ്രൈ ചെയ്യാത്ത ഭാഗങ്ങൾ തിരിച്ച് മറിച്ചിട്ടിട്ട് നമുക്ക് ഫ്രൈ ചെയ്യാം. കാരണം ഇത് ഡീപ് ഫ്രൈ അല്ലല്ലോ, ഷാലോ ഫ്രൈ ആയതുകൊണ്ട് നമുക്ക് അങ്ങനെ ചെയ്യേണ്ടി വരും. തിരിച്ച് മറിച്ച് ഇടയ്ക്ക് നമുക്ക് ഓരോ പാർട്ടുകൾ, അത് ഫ്രൈ ആവാത്ത പാർട്ടുകൾ ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ചിക്കൻ വെന്ത് നല്ല ഫ്രൈ ആയിട്ടുണ്ട്. നമുക്ക് ഈ വെളിച്ചെണ്ണ വാലാൻ വയ്ക്കാം. അതിന് ശേഷം നമുക്കൊരു പാത്രത്തിലേക്ക് പകർത്താം. ഈസി ചിക്കൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. താങ്ക് യു.